ഹായ് എവരി വൺ. അപ്പം നമുക്കിന്നൊരു യാത്രാ വീഡിയോസ് കണ്ടാലോ? കുറേ ദിവസത്തെ ഒരു 7 days യാത്രാ വീഡിയോ ആണ് വരാൻ പോകുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകണം. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കെമ്പേഗൗഡ എയർപോർട്ടിലേക്കാണ്, അത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. അപ്പോൾ ടെർമിനൽ 1 ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവിടെ എത്തി നമ്മളിതാ ചെക്കിങ്ങിന് വേണ്ടി നിൽക്കുകയാണ്, ബാഗേജ് ചെക്കിങ്ങും ഒക്കെ വേണ്ടി നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ബാഗേജ് എല്ലാം ചെക്ക് ഇൻ ചെയ്ത് എല്ലാം സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ അതിന് ടാഗൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിതാ നമുക്ക് അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 7 പേര് ചേർന്ന ഒരു ഗ്രൂപ്പും പിന്നെ 2 പേര് സെപ്പറേറ്റും പിന്നെ ഒരാളും അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ നമ്മൾ രാവിലെ 8 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് വന്നു ഇവിടെ ഇരുന്ന് നമ്മളെല്ലാവരും കൂടെ കഴിക്കുകയാണ്. ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കൂടി ആഘോഷമായി കഴിച്ചു. കാരണം പിന്നെ അങ്ങോട്ടുള്ള യാത്രയിൽ എന്ത് ഫുഡൊക്കെ കിട്ടുമെന്ന് തന്നെ അറിയില്ല. കാരണം ഞങ്ങൾ പോകാൻ പോകുന്ന അങ്ങനെയൊരു നാട്ടിലേക്കാണ്. ഇതാ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറിയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സീറ്റൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എല്ലാവരും കൂടി ഒരിടത്താക്കി നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര ആഘോഷമായ ഒരു യാത്രയായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടൊരു യാത്രയായിരുന്നു. എല്ലാവരും അവരവർക്കുള്ള സീറ്റൊക്കെ പിടിച്ച് നമ്മൾ കുറച്ച് ഒരാൾക്ക് അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. നമ്മളെല്ലാവരോടും അതൊക്കെ പറഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അതങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മളിതാ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാ നോക്കിക്കേ, ബാംഗ്ലൂരിൽ ഫുൾ ബിൽഡിങ്ങാണ് കാണുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണുന്നത് എന്താണെന്നല്ല, പച്ചയായ പാടങ്ങൾ, ബിൽഡിംഗ് ഒന്നുമില്ല. ഇത് വെസ്റ്റ് ബംഗാളിലുള്ള ബാഗ്ഡോഗ്ര എയർപോർട്ട് എന്ന് പറഞ്ഞ എയർപോർട്ടാണ്. ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് വീഡിയോ ഒന്നും അങ്ങനെ അലൗഡ് അല്ല. ഞാൻ ഈ എടുത്ത വീഡിയോയേ ഉള്ളൂ, കാരണം അത് അലൗഡ് അല്ല. കാരണം അത് ആർമിയുടെ അണ്ടറിൽ വരുന്ന ഒരു എയർപോർട്ടാണ്. അപ്പോൾ വളരെ ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ. അത്ര വലിയ സൗകര്യങ്ങളുള്ള എയർപോർട്ടൊന്നും അല്ല, വളരെ ചെറിയൊരു എയർപോർട്ട്. അങ്ങനെ നമ്മൾക്ക് വേണ്ടി ഒരു TT അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നു. 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന, അല്ല ഇതൊരു 16 പേർക്ക് 15 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ല വലിയൊരു TT ആയിരുന്നു. ഞങ്ങൾ 10 പേരേ ഉള്ളൂ. അങ്ങനെ നല്ലൊരു ഡ്രൈവറും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട്, വണ്ടിയും നല്ല വണ്ടിയായിരുന്നു. കാരണം ബാഗ്ഡോഗ്ര ഭയങ്കര ചൂടാണ്, നമ്മുടെ കേരളം പോലെ തന്നെ ഭയങ്കര ചൂടായിരുന്നു. പക്ഷേ വണ്ടിക്ക് നല്ല AC-യും സിസ്റ്റവും പാട്ടും ഒക്കെ വെച്ചിട്ട് നമ്മളിതാ യാത്ര ചെയ്യണം. അങ്ങനെ പോകുന്ന വഴിയിൽ പല നാടുകളും കാണുമ്പോൾ നമുക്ക് നമ്മുടെ കേരളമായിട്ട് തോന്നും കേട്ടോ. വെസ്റ്റ് ബംഗാൾ കണ്ടാൽ നമ്മുടെ പക്ക കേരളം. അതുകൊണ്ടായിരിക്കും അവിടുന്ന് പലരും ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യം കാണിക്കുന്നതെന്ന് തോന്നും. കാരണം അവിടുത്തെ വെതറും നമ്മുടെ വെതറും ഒരുപോലെ, കണ്ടാൽ കേരളം തന്നെ. ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെയൊക്കെ കെട്ടിയിരിക്കുന്നത് കേരളം തന്നെ. പിന്നെ നമുക്ക് അങ്ങോട്ട് പ്രത്യേകത എന്ന് നോക്കിയത് ഇവിടുത്തെ ഓട്ടോസ് കണ്ടോ. ഈ ഓട്ടോറിക്ഷയ്ക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, നല്ല രസമുണ്ട് ഇങ്ങനെ ഈ ഓട്ടോറിക്ഷയ്ക്ക് നല്ല പ്രത്യേകതയുള്ളൊരു ഓട്ടോറിക്ഷ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഈ ഓട്ടോറിക്ഷയിൽ നമുക്കൊരു 10 പേർക്ക് സുഖമായി യാത്ര ചെയ്യാം. ഇങ്ങനത്തെ ഓട്ടോറിക്ഷ നമ്മുടെ ബാംഗ്ലൂരിലും നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. കാരണം ഇതിലൊരു 10 പേർക്ക് ഇരിക്കാവേ, എന്നുവെച്ചാൽ ബാക്കിലും ഇരിക്കാം, ഒരു 4 പേർക്കും 8 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാം. പിന്നെ ഫ്രണ്ടിൽ ഡ്രൈവറുടെ സീറ്റിൻ്റെ സൈഡിലും കൊണ്ട് ഇരിക്കാനുള്ള സ്ഥലം. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഫണ്ണായിട്ട് തോന്നി, ഭയങ്കര നല്ല രസമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ ഇറങ്ങി. അയ്യോ, ഒട്ടും കൊള്ളാത്ത ലഞ്ചായിരുന്നു. നമ്മൾ കേർഡ് റൈസ് ചോദിച്ചു. കേർഡ് റൈസ് ആണോ, അത് കേർഡാണോ റൈസാണോ, ഒരു കൺഫ്യൂഷൻ. അങ്ങനെ നമ്മൾ റൊട്ടിയൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഇറങ്ങി. ഇതാണ് ഇവിടെ നോക്കിയപ്പോൾ ഒരു നദി. ഏത് നദിയാണെന്നൊന്നും പേരൊന്നും എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയില്ല. ഈ നദിയൊക്കെ വറ്റി വരണ്ട്, വെള്ളമേ ഇല്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് ഭയങ്കര മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരം. ഫുൾ തേയിലത്തോട്ടങ്ങളാണ്. സിലിക്കുടി അങ്ങനെ പോകുന്ന റൂട്ടാണത്. സിലിക്കുടി വെസ്റ്റ് ബംഗാളിൻ്റെ ആ ഭാഗമൊക്കെയാണ്. ഈവൻ നമ്മൾ പോകുന്ന സ്ഥലത്തിനേക്ക് ഏകദേശം അടുത്തെത്താറാവുന്ന സ്ഥലങ്ങളാണ്. ഭയങ്കര മനോഹരമായ കാഴ്ചകളാണ്. 2 സൈഡും ഫുൾ ടീ എസ്റ്റേറ്റ്സ് ആണ്. അപ്പം നമ്മൾ എസ്റ്റേറ്റ് എല്ലാം കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ നല്ല ചായ കിട്ടുന്ന സ്ഥലവും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ നമ്മുടെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഭൂട്ടാൻ ബോർഡർ എന്ന് പറയുന്ന സ്ഥലം. ഈ ഭൂട്ടാൻ്റെയും നമ്മൾ പോകുന്ന സ്ഥലം ഭൂട്ടാനാണെന്ന് മനസ്സിലായല്ലോ. ഭൂട്ടാനും വെസ്റ്റ് ബംഗാളിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലമാണ്. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഗൈഡ്. ഡ്രസ്സിങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഭൂട്ടാൻ്റേതായ ഡ്രസ്സിങ്. അങ്ങനെ ആൾ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. ആ ആളാണ് നമുക്ക് വേണ്ടി നമ്മുടെ ഫുൾ ഈ 7 daysലും നമ്മുടെ ഗൈഡാണ്. ഇവിടെ ഗൈഡില്ലാതെ ഭൂട്ടാനിൽ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഇതാണ് വെസ്റ്റ് ബംഗാൾ ഇന്ത്യ ബോർഡർ ഏരിയ. അപ്പോൾ ആൾ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ഡോറൊക്കെ തുറന്ന് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നു, വെൽക്കം ചെയ്യുന്നു ഭൂട്ടാനിലേക്ക്. അപ്പോൾ ആൾ എന്തൊക്കെ റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്യണമെന്ന് പറയാൻ വരികയാണ്. नमस्ते। आपका नाम बताइए। ओके, सो हमारा नाम है किंगजंग। अभी तो हम जयगांव में
सो उसके बाद भूटान पहुंचेंगे। सो फर्स्ट रिमाइंडर, जो आप लोगों का पासपोर्ट और वोटर आईडी आपके हाथ में लेके आइए, ठीक है। आधार और पासपोर्ट पासपोर्ट होगा, पासपोर्ट होगा। पासपोर्ट नहीं होगा तो वो आधार कार्ड लेके आइए, ठीक है। और जो आप लोगों का सामान है ना, आप खुद यहाँ से लेके जाना पड़ेगा। कहाँ तक? वो टर्मिनल तक, वो गाड़ी आगे, वो चेक पोस्ट है उसके आगे रहेगा। वो थोड़ा यहाँ का रूल थोड़ा चेंज हो गया था, इसलिए ओके। लास्ट टाइम यहाँ से वो सामान अलाउ था गेट से लाने के, वो बट वो इलीगल वेपन लेके जा रहे थे, Okay. इसलिए वो सब बंद किया था। समझ गए। ओके। അങ്ങനെ ആൾ നമുക്ക് സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് ഈ ഭൂട്ടാൻ്റെ ബോർഡറിൽ നിന്ന് നമ്മൾ പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഈ വെസ്റ്റ് ബംഗാളിൻ്റെ ബോർഡറിൽ നിന്ന് ഭൂട്ടാനിലേക്ക് പോകാൻ ഇപ്പോൾ ഇലക്ഷൻ കാരണം നമുക്ക് വണ്ടികളൊന്നും അകത്തോട്ട് വിടുന്നില്ല, ഇന്ത്യയുടെ വണ്ടിയൊന്നും അകത്തോട്ട് വിടുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഇമിഗ്രേഷനിൽ പോയിട്ട് നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ വോട്ടർ ഐ ഡി, ആധാർ ഇവിടെ എടുക്കുകയില്ല. പാസ്പോർട്ട് 6 months വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് കമ്പൾസറി വേണം. അപ്പോൾ ആരെങ്കിലും ഭൂട്ടാനിൽ പോകണമെങ്കിൽ ഇത് സൂക്ഷിച്ച് വെച്ചോ. അതുപോലെ വോട്ടർ ഐ ഡി എന്ന് പറയുന്നത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വോട്ടർ ഐ ഡി വേണം. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ഒരിക്കലും അവർ വിടില്ല. അത്രയ്ക്ക് സ്ട്രിക്റ്റാണ് ഇവരുടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ. നമ്മുടെ പാസ്പോർട്ട് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, അത് 6 months വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് തന്നെ വേണം. അങ്ങനെ അതൊരു ലോങ് പ്രൊസീജിയറായിരുന്നു. ഇവിടെയും കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിതാ ഇത് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ പാസ്പോർട്ട് ഐ ഡി വെരിഫിക്കേഷൻ അതൊക്കെ ഒരു ലോങ് പ്രോസസ്സായിരുന്നു. प्रॉब्लम है ना, वो सब भूल जाओ, ठीक है। अब यहाँ से आप लोग घूमने के लिए आए हैं ना, तो अच्छा से मजा करके वापस आराम से जाना है। तो अभी आप लोग भूटान में आए हैं, जैसे कि यहाँ पर एक वाल है ना, ये भूटान और जायगांग का मेन बॉर्डर है। जैसे कि वाल के पीछे जायगांग है, वाल के आगे भूटान है। सो वंस अगेन वेलकम टू भूटान। താങ്ക് യു. और कल आप लोग गाड़ी में थोड़ा रुके, सिर्फ हम आप लोगों का पासपोर्ट और मैडम का वोटर आईडी चाहिए, ठीक है। कल सुबह हम वहाँ जाके जो आप लोगों का SDF वगैरह सब प्रोसेस हम खत्म करके हम यहाँ से चिंपू जाएंगे, ठीक है। अभी आप लोगों का होटल टाउन के बीच में है। अगर आप लोग टाउन में घूमना चाहते हैं तो आप लोग पैदल भी आ सकते हैं, जैसे 5 minutes है मेरा, यहाँ से 5 minutes है। So once again welcome to Till what time is Bhutan open? അങ്ങനെ ആളുടെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അടുത്തേക്കാണ് അവർ വെൽക്കം ചെയ്യുന്നതായിരുന്നു അത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അടുത്ത് 5 മിനിറ്റിലുള്ളൂ. ഇത് ഫിൻഷോളിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡർ സ്ഥലമാണ്, അതായത് ഭൂട്ടാൻ്റെ ബോർഡറാണ്. അവിടെ നമുക്ക് ഒരു ഹോട്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ലേറ്റ് ആയ കാരണം ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അതായത് ഒരു ഫുൾ ഡേ ജേർണിയാണ്. മോർണിംഗ് നമ്മൾ എയർപോർട്ടിൽ ബാംഗ്ലൂർ ടു ബാഗ്ഡോഗ്ര ടു നമ്മൾ റോഡ് ആണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആകെപ്പാട് ഒരു എയർപോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് സൗകര്യമാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ബാഗ്ഡോഗ്രയിൽ നമ്മൾ റോഡ് വഴി നമ്മൾ ഈ ഫിൻഷോളിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. അതായത് ഒരു 5 മണിക്കൂർ ജേർണി ആയിരുന്നു. ഭയങ്കര ടയറിങ് ആയിട്ടുള്ള ജേർണി ആയിരുന്നു, പക്ഷേ ഭയങ്കര രസമായിരുന്നു. കാരണം സ്ട്രെയിറ്റ് റോഡ്സ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പുതിയ സ്ഥലമായതുകൊണ്ട് നമ്മൾ നല്ല രസമായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. നമുക്ക് 5th ഫ്ലോറിലായിരുന്നു എല്ലാവർക്കും റൂം അറേഞ്ച് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഈ റൂംസ് എല്ലാം ഒന്ന് നോക്കുമായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ നല്ല റൂംസാണ് അറേഞ്ച് ചെയ്ത് തന്നിരുന്നുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ വിചാരിച്ചു എന്നാൽ ഭൂട്ടാനിൽ വന്നതല്ലേ, ഇപ്പോൾ സ്ഥലമൊക്കെ ഒന്ന് കാണാമല്ലോ, എന്താണ് ഭൂട്ടാൻ എന്ന് കാണാൻ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് സിറ്റിയാണ്. നമ്മൾ ആ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇന്ത്യ കടന്ന് ഭൂട്ടാനിലേക്ക് എത്തിയപ്പോൾ തന്നെ വെതറും ചേഞ്ചായി, നല്ല തണുപ്പ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്യുന്നവരാണ്. അങ്ങനെ പല സ്ഥലത്തും എല്ലാവരുടെയും പെർമിഷൻ മേടിച്ചിട്ട് വേണം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ. അങ്ങനെ എല്ലായിടത്തുനിന്നും വീഡിയോ ഒന്നും അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാനോ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും അലൗഡ് അല്ല. കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഭൂട്ടാൻ്റെ സ്ട്രീറ്റിലേക്ക്, ഇത് ഫിൻഷോളിംഗ് പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്ഥലമാണ്, അത്ര വലിയ ടൗണൊന്നുമല്ല, ചെറിയ ഏരിയ. അപ്പോൾ നമ്മളിവിടെ ഗോൾഡിൻ്റെ ഒക്കെ കട കണ്ട് ഗോൾഡിൻ്റെ റേറ്റ് ചോദിച്ചു. അത് ഏകദേശം നമ്മുടെ ഇന്ത്യയുടെ റേറ്റ് തന്നെയാണ്. അത്യാവശ്യം കോസ്റ്റ്ലി സിറ്റി തന്നെയാണ്, അത്ര വലിയ വിലക്കുറവൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഇമാദാഷി എന്ന് പറഞ്ഞിട്ടൊരു കറിയാണ്. എവിടെ നോക്കിയാലും ഇമാദാഷി. അതായത് ഒരു ചില്ലിയുടെ കറിയാണ്. വലിയ കാണിച്ചുതരാം കേട്ടോ കറി എങ്ങനെയാണെന്നും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും. ഇതാണ് അവരുടെ ഒരു ഷോപ്പ്. കൂടുതലും അവിടെ ഇലക്കറികളാണ് അവർ കഴിക്കുന്നത്. അതായത് ഇത് കണ്ടില്ലേ, ഒരു ചൈനീസ് ടച്ച് വരുന്ന ഫുഡുകളാണ് ഇവിടെ കൂടുതലും. മഷ്റൂംസും ചീസും, ചീസൊക്കെ ഇങ്ങനെ
ഇങ്ങനെ തൂക്കി എവിടെ നോക്കിയാലും ഇത് കാണും. ഇതിങ്ങനെ വെറുതെ വായിലിട്ട് കഴിക്കുന്ന ചീസ്. ഇതാണ് ഇവരുടെ പ്രത്യേകതരമായ മുളക്. ഇവർ ഇത് വെച്ചിട്ടാണ് ഒരു കറി ഉണ്ടാക്കുന്നത്. ഇമാദാഷി എന്ന് പറഞ്ഞാൽ ഇമാദാഷി എന്ന് പറഞ്ഞിട്ട് ഒരു ചീസ് പൊട്ടാറ്റോ. അപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യാണ് ചീസും ഈ ചില്ലി ഇട്ടിട്ടാണ് ഇവരുടെ കറി. ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ ഒരിടയ്ക്ക് യൂട്യൂബിലൊക്കെ. ഇമാദാഷി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് കറിയായിരുന്നു. അത് ദീപിക പടുക്കോൺ ഇവിടെ വന്നപ്പോൾ ഇത് കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതൊരു വൈറൽ വീഡിയോ ആയതാണ്. അപ്പോൾ ആ ചില്ലി തന്നെ ഇവിടെ ഉണക്കിയും സൂക്ഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് അതിനടുത്ത് തന്നെ ഉള്ള ഒരു മൊണാസ്ട്രിയാണ്. ഇവിടെ ഫുൾ ബുദ്ധമതമാണല്ലോ, അപ്പം ഹിന്ദു മതവും ബുദ്ധമതവുമാണ് ഇവിടെ കൂടുതലും ഉള്ളത്. അപ്പോൾ ബുദ്ധൻ്റെ ഒരു മൊണാസ്ട്രി ആയിരുന്നു. അപ്പോഴത്തേക്ക് അടച്ചിരുന്നു രാത്രിയായി. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ലൊരു കൂൾ ആൻഡ് കാം അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം ഒക്കെ ഒന്ന് നടന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ബുദ്ധൻ്റെ സ്റ്റാച്യൂവും അതിൻ്റെ കൊത്തുപണികളും ഇത് നോക്കി. ഇങ്ങനെയാണ് ഇവിടുത്തെ വീടുകൾ വരെ. എവിടെ നോക്കിയാലും നമുക്കിനി ഇതൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിതാ നോക്കുമായിരുന്നു. അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴും രാത്രിയിലും നമ്മളെ അമ്പലത്തിലൊക്കെ നട അടച്ചാൽ പിന്നെ കയറില്ലല്ലോ. ഇവിടെ അങ്ങനെയല്ല. അടച്ചു കഴിഞ്ഞാലും ഇവിടെ അമ്പലങ്ങളുടെ ഇതിന് ചുറ്റും ഇവരിങ്ങനെ പ്രദക്ഷിണം വെക്കും. ഒരു ജപമാലയൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇവരിങ്ങനെ ചുറ്റും ജപിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ ഇങ്ങനെ അത് നിറയെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അപ്പം ഞങ്ങളും കുറച്ച് സമയം നമ്മൾ യാത്ര ചെയ്ത് ടയേർഡായില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല തണുത്ത വെതർ. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഡിന്നർ ടൈമായി. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വരുന്നു. അങ്ങനെ നല്ലൊരു ഡിന്നറൊക്കെ കഴിച്ച് ചിക്കൻ കറിയും ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെസ്റ്റ് ചെയ്തു. ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.